പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന പരാതികളും തുടർന്നുള്ള അറസ്റ്റ് നടപടികളും കേരള രാഷ്ട്രീയത്തിലും നിയമവൃത്തങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും മൂന്നാമത്തെ പരാതിയിൽ നടന്ന മിന്നൽ അറസ്റ്റും അതിനുശേഷം പോലീസ് നേരിടുന്ന നിയമപരമായ വെല്ലുവിളികളും ഈ കേസിനെ കൂടുതൽ സങ്കീർണമാക്കുന്നു. കേരള രാഷ്ട്രീയത്തിലെ യുവമുഖമായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എയെ അർദ്ധരാത്രിയിൽ ഹോട്ടൽ മുറിയിൽ നിന്നും നാടകീയമായി അറസ്റ്റ് ചെയ്ത പോലീസ് നടപടി തുടക്കം മുതൽക്കേ വിവാദമായിരുന്നു. മറ്റ് രണ്ട് പീഡന പരാതികളിൽ ഹൈക്കോടതിയിൽ നിന്നും അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല സംരക്ഷണം നിലനിൽക്കെയാണ് മൂന്നാമതൊരു പരാതിയിൽ പോലീസ് വളരെ വേഗത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്നാൽ അറസ്റ്റിൽ കാണിച്ച ആ ആവേശം ഇപ്പോൾ നിയമത്തിന് മുന്നിൽ തിരിച്ചടിയാകുമോ എന്ന ഭയത്തിലാണ് അന്വേഷണ സംഘം. ഈ കേസിലെ ഏറ്റവും വലിയ സവിശേഷത പരാതിക്കാരി കാനഡയിലാണെന്നതാണ്. കാനഡയിൽ ഇരുന്നു കൊണ്ട് അവർ അയച്ച ഇമെയിൽ പരാതിയുടെയും പോലീസ് ഫോണിലൂടെ രേഖപ്പെടുത്തിയ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് രാഹുലിനെതിരെ കേസെടുത്തതും അറസ്റ്റ് ചെയ്തതും. സാധാരണഗതിയിൽ ഗുരുതരമായ ബലാത്സംഗം പോലുള്ള കേസുകളിൽ അതിജീവിത നേരിട്ടെത്തി മൊഴി നൽകുകയും രേഖകളിൽ ഒപ്പുവെക്കുകയും ചെയ്യേണ്ടതുണ്ട്. പുതിയ നിയമപരിഷ്കരണമായ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അനുസരിച്ചും അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പാലിക്കേണ്ട ചില കർശനമായ ചട്ടങ്ങളുണ്ട്. പരാതിക്കാരിയുടെ ഒപ്പില്ലാത്ത ഡിജിറ്റൽ സന്ദേശങ്ങൾ മാത്രമുള്ള ഒരു പരാതി ഇത്ര വേഗത്തിൽ അറസ്റ്റ് നടത്തിയത് നിയമപരമായി ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. നേരിട്ടുള്ള മൊഴിയില്ലാതെ നടന്ന അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പ്രതിഭാഗം കോടതിയിൽ വാദിക്കുന്നു. അറസ്റ്റ് നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും അതിജീവിത നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറാകാത്തതാണ് പോലീസിനെ ഇപ്പോൾ കുഴപ്പിക്കുന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്ന പരാതിക്കാരി വ്യക്തിപരമായ കാരണങ്ങളാൽ ഉടൻ നാട്ടിലെത്താൻ കഴിയില്ലെന്ന് അറിയിച്ചതായാണ് വിവരം. ഇത് കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ സാരമായി ബാധിക്കും. മജിസ്ട്രേറ്റിന് മുന്നിൽ നേരിട്ട് ഹാജരായി നൽകുന്ന രഹസ്യമൊഴി ഇത്തരം കേസുകളിൽ അതിപ്രധാനമാണ്. ഇത് രേഖപ്പെടുത്താൻ പരാതിക്കാരി നേരിട്ടെത്തണം. പോലീസ് രേഖപ്പെടുത്തിയ മൊഴിയിൽ പരാതിക്കാരൻ നേരിട്ട് ഒപ്പുവെക്കാത്ത പക്ഷം അത് കോടതിയിൽ തെളിവായി സ്വീകരിക്കുന്നതിൽ സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഡിജിറ്റൽ ഒപ്പുകൾ ക്രിമിനൽ കേസുകളിൽ വിചാരണ വേളയിൽ വെല്ലുവിളിക്കപ്പെടാം. പരാതിക്കാരി നാട്ടിലെത്തില്ലെന്ന് ഉറപ്പായതോടെ ഈ പ്രതിസന്ധി മറികടക്കാൻ അന്വേഷണ സംഘം പുതിയ വഴികൾ തേടുകയാണ്. SP ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. വീഡിയോ കോൺഫറൻസ് വഴി അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്താനും രേഖകളിൽ ഒപ്പുവെക്കാനും അനുമതി തേടുക എന്നതാണ് ലക്ഷ്യം. ഇന്ത്യൻ എംബസി വഴി രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതകളും പരിശോധിക്കുന്നു. എന്നാൽ ഇതിന് ഹൈക്കോടതി അനുമതി നൽകുമോ എന്നത് കണ്ടറിയണം. കോടതി അനുമതി നൽകിയില്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്തുന്നതിലെ കാലതാമസം രാഹുലിന് ജാമ്യം ലഭിക്കാനുള്ള ശക്തമായ കാരണമായി മാറും. രാഹുലിനെതിരെ നേരത്തെ ഉയർന്ന 2 കേസുകളിലും ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിരുന്നു. ഈ സംരക്ഷണം മറികടക്കാൻ പോലീസ് കണ്ടുപിടിച്ച ഒരു മാർഗമാണ് മൂന്നാമത്തെ ഇമെയിൽ പരാതി എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. പരാതിക്കാരി വർഷങ്ങളായി കാനഡയിലാണെന്നിരിക്കെ പെട്ടെന്ന് ഇത്തരം ഒരു പരാതി ഉണ്ടായതും തൊട്ടു പിന്നാലെ അർദ്ധരാത്രിയിൽ അറസ്റ്റ് നടന്നതും സംശയകരമാണെന്ന് അവർ വാദിക്കുന്നു. അറസ്റ്റിന് മുൻപ് പരാതിക്കാരിയുടെ വിശദമായ മൊഴി നേരിട്ട് രേഖപ്പെടുത്താതിരുന്നത് പോലീസിന് പറ്റിയ വീഴ്ചയായാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. നടപടിക്രമങ്ങൾ പാലിക്കാതെ നടത്തിയ അറസ്റ്റ് അന്യായമായ തടങ്കലായി പോലും ഭാവിയിൽ കോടതി വ്യാഖ്യാനിച്ചേക്കാം. ഈ കേസുകളുടെ പശ്ചാത്തലത്തിൽ രാഹുലിനെ MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് വാമനപുരം MLA DK മുരളി സ്പീക്കർക്ക് പരാതി നൽകിയിട്ടുമുണ്ട്. സഭയുടെ അന്തസ്സിന് കളങ്കമുണ്ടാക്കിയെന്നായിരുന്നു ആരോപണം. എന്നാൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നതിന് മുൻപ് ഒരാളെ അയോഗ്യനാക്കുന്നത് നിയമപരമായി നിലനിൽക്കില്ല. ഈ സാഹചര്യത്തിൽ അതിജീവിതയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളും അസാന്നിധ്യവും രാഹുലിന് രാഷ്ട്രീയമായും നിയമപരമായും ഗുണകരമായേക്കാം. രാഹുലിന്റെ സുഹൃത്ത് ഫെന്നി നൈനാൻ പുറത്തുവിട്ട വാട്സപ്പ് ചാറ്റുകൾ ഈ കേസിലെ അവിശ്വസ്തതയെ വീണ്ടും ചോദ്യം ചെയ്യുന്നു. പീഡനം നടന്നുവെന്ന് പറയുന്നതിന് ശേഷവും പരാതിക്കാരി രാഹുലുമായി സൗഹൃദം ആഗ്രഹിച്ചിരുന്നു എന്ന തെളിവുകൾ പുറത്തുവരുന്നത് പോലീസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട്. ഈ ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ എത്തുമ്പോൾ പോലീസിന് കൃത്യമായി മറുപടി നൽകേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരീക്ഷണമാണ്. നടപടിക്രമങ്ങൾ പാലിക്കുന്നതിനേക്കാൾ അറസ്റ്റ് ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച അന്വേഷണ സംഘത്തിന് അതിജീവിതയുടെ അസാന്നിധ്യം വലിയ വിനയായി മാറിയിരിക്കുന്നു. പരാതിക്കാരി നാട്ടിലെത്തി നേരിട്ട് മൊഴി നൽകാത്ത ഓരോ ദിവസവും രാഹുലിന്റെ ജാമ്യ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ്. ഈ കേസിൽ സത്യം എന്താണെന്ന് കണ്ടെത്താൻ കോടതിക്ക് മുന്നിലെത്തുന്ന തെളിവുകൾ തന്നെ നിർണായകമാകും. വരും ദിവസങ്ങളിൽ ഹൈക്കോടതിയുടെ നിലപാടും അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളും കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നതിലും സംശയമില്ല.